കടലാസിന്റെ കണക്കൊക്കെ കാണിച്ചു കൊടുത്താലേ നമുക്കൊരു സ്ഥാനത്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഉപദേശകന്മാരായിട്ടിരിക്കുക. അപ്പൊ അവരാണ് എന്ത് പറഞ്ഞു കൊടുക്കുക, ഈ ഭരിക്കണവർക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ. അപ്പൊ ഈ ഉപദേശം കൊടുക്കണമെന്ന് വിവരമില്ലാത്തവനാണെങ്കിൽ ആർക്കും ഉണ്ടാവില്ല, മറ്റുള്ള പിന്നെ തീരെ ഇല്ലല്ലോ. എന്ത് അപ്പൊ ഇയാള് പറഞ്ഞു കൊടുക്കണ പൊട്ടത്തരം അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായിട്ട് തീരും? അപകടം. അതാണ് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ചില അപകടങ്ങളൊക്കെ ചില വിഡ്ഢിത്തരങ്ങളൊക്കെ നമ്മൾ ഇയാൾ എന്ത് പൊട്ടനാണ്, നമുക്ക് വിവരമില്ലെങ്കിൽ നമുക്ക് ഇതിലേറെ കുറച്ചും കൂടിയൊക്കെ തോന്നുന്നുണ്ട്, എന്ത് തോന്നിപ്പോവില്ലേ? ഇതാണ് കാരണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ രാജ്യം ഭരിക്കണം. അതായത് മന്ത്രിമാര് രാജാവിന് എപ്പോഴും പല ദിക്കിന്നും ഉപദേശം കൊടുത്തും രാജാവിനെ സഹായിച്ചും നിർദ്ദേശിച്ചും മന്ത്രകാര്യങ്ങൾ, മന്ത്രം എന്ന് പറഞ്ഞാൽ ഈ രഹസ്യ ഭരണകാര്യങ്ങളിലൊക്കെ എപ്പോഴും സഹായിക്കേണ്ട ആളുകൾ. അവരും നന്നാവണം, അവർ നന്നായാലേ രാജാവ് നന്നാവുള്ളൂ. മന്ത്രിമാര് നന്നായില്ലെങ്കിൽ രാജാവ് നശിച്ചു പോകും. ഇനി പ്രമാണമുണ്ട്, ദുർമന്ത്രാൽ നൃപതിർവിനശ്യതി സംഗാൽ സുതോലാളനാൽ വിപ്രോനധ്യയനാൽ കുലം കുതനയാൽ ശീലം ഖലോപാസനാത് ഹ്രീർമദ്യാത് അനപേക്ഷണാത് അഭികൃഷി ത്യാഗാൽ പ്രമാദാൽ ധനം. ഓരോന്ന് നശിച്ചു പോകുന്നു പറയുന്നൊരു ശ്ലോകം അത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയാനാണ്. രാജാവ് നശിച്ചു പോവാൻ കാരണം എന്താണെന്നറിയോ? ദുർമന്ത്രാൽ നൃപതിർ വിനശ്യതി. മന്ത്രിമാര് ദുഷ്ട പറഞ്ഞു കൊടുത്ത് പുറപ്പെട്ട രാജാവ് എന്താവും? നശിച്ചു പോവും. രാജാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ, ഇവര് പറഞ്ഞു കൊടുക്കുന്ന വിവരത്തിനനുസരിച്ചിട്ടാണ് ആരെന്ത് ചെയ്യുക. അതുകൊണ്ട് ഉപദേശം ദുർമന്ത്രം ചെയ്യാൻ പാടില്ല, മന്ത്രിമാര് നന്നാവണേ. അത് പണ്ട് തിരുവിതാംകൂർ മഹാരാജാവിന്റെ അടുത്തൊരു നമ്പൂരി വന്നുകൂടി, കൈപ്പഴ അമ്പൂരി എന്ന. കൈപ്പഴ ഇല്ലപ്പേരാണ് കേട്ടോ, പണ്ട് ഇല്ലപ്പേരാണല്ലോ പറയുക, കൈപ്പഴ അമ്പൂരി എന്നാണ്. ഈ കൈപ്പഴ അമ്പൂരി രാജാവിന്റെ ആശ്രിതനായിട്ട് വന്നുകൂടി. രാജാവുമായിട്ട് വലിയ കൂട്ടുകെട്ടായി. രാജാവിന്റെ കൂടെ എപ്പോഴും ആരുണ്ടാവും? കൈപ്പഴ അമ്പൂരി ഉണ്ടാവും. കൈപ്പഴ അമ്പൂരി രാജാവിന്റെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഈ കൈപ്പഴ നമ്പൂരിയുടെ പ്രധാന ആഹാരം രാജാവിന്റെ ചെവിയാണ്. എപ്പോഴും ഇയാളുടെ വായ എവിടെ ഉണ്ടാവും? രാജാവിന്റെ ചെവി തിന്നും കൊണ്ടിരിക്കുകയാരും കൈപ്പഴ അമ്പൂരി. രാജാവാണെങ്കിൽ രാജാവിന് ആരെയും കണ്ടുകൂടാണ്ടേ കൈപ്പഴമ്പൂരി വന്നതിന്റെ ശേഷം ഒരാളെയും കണ്ടുകൂടാ. അപ്പൊ കൊട്ടാരത്തിലുള്ളവരെ കണ്ടുകൂടാ, കുടുംബത്തിലുള്ളവരെ കണ്ടുകൂടാ, പഴയ ആൾക്കാരെ ഒന്നും കണ്ടുകൂടാ, ആരെയും കണ്ടുകൂടാ. ഒരാളെ മാത്രമേ ആർക്ക് ഇഷ്ടമുള്ളൂ, രാജാവിന്. അതാരാ? കൈപ്പഴമ്പൂരി. ഇത് അങ്ങനെ എന്താണെന്ന് രാജാവിനോട് ഇയാള് വന്നതിന്റെ ശേഷം ഒരു കാര്യം നേരെയാവാണ്ടായി, കാര്യങ്ങളൊക്കെ താറുമാറായി തുടങ്ങി. ഇയാളുടെ ഉപദേശമല്ലേ നടക്കുന്നത്, നല്ല നാട്ടിലൊന്നും നടക്കാണ്ടേ, ഒക്കെ ദുരുപദേശം ആയതുകൊണ്ടൊക്കെ ദുഷ്ട. രാജ്യം നശിക്കുന്നൊരു ഘട്ടമായപ്പോ രാജാവിനോട് എങ്ങനെ ഇത് പറയുക? പേടിയാണേ, രാജാവിനോട് പോയി പറയാൻ പേടിയല്ലേ, ആർക്കും പറയാനും വയ്യ. അക്കാലത്ത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെ അറിയില്ലേ? അതറിയില്ലെങ്കിൽ ഇപ്പോൾ വായന നിർത്തുക നല്ലത്. കുഞ്ചൻ നമ്പ്യാരെ അറിയില്ലേ? നമ്മുടെ നാട്ടുകാരനല്ലേ കുഞ്ചൻ നമ്പ്യാരെ. കുഞ്ചൻ നമ്പ്യാർ അന്ന് തിരുവിതാംകൂർ മഹാരാജാവിനെ സേവിച്ച് അവിടെ കഴിയുന്ന കാലത്താണ് ഇത് ഉണ്ടായത്. അപ്പൊ നമ്പ്യാരാച്ച മഹാവിദ്വാനാണ്, മഹാപണ്ഡിതനാണ്, നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മഹാമെടുക്കാം. അദ്ദേഹത്തിന്റെ ഓരോന്ന് വായിച്ചു നോക്കിയിട്ടില്ലേ? എന്ത് രസമായിട്ടാ കാര്യം പറയുക, വളരെ അല്ലേ ഒഴുക്കോടെ ഇങ്ങനെ പറയും. ഒരാൾക്കും തോന്നൂല്ല കാര്യം പറയുന്നത് കേട്ടോ എന്നതാണെന്ന്. മറ്റുള്ള പറയും. നമ്പ്യാർ എന്ത് ചെയ്തു നോക്കാം, ഞാൻ നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാജാവും കൈപ്പഴ അമ്പൂരിയും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ആരെ കൈപ്പഴ അമ്പൂരി ചെവി തിന്നുണ്ട് ആരുടെ? രാജാവിന്റെ. ഒരു രണ്ടാളും കൂടി ഇങ്ങനെ അടുത്തടുത്തിരുന്ന് എന്തോ പറയുമ്പം നമ്പ്യാര് അങ്ങനെ അധികം അങ്ങനെ പോവുക. ആരെ? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെ. നമ്പ്യാരുടെ കയ്യിൽ ഒരു കിണ്ണം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പഴയ ഓട്ടുകിണ്ണല്ലേ? ഓട്ടുകിണ്ണുണ്ട്. നമ്പ്യാർ ഇങ്ങനെ കിണ്ണൊക്കെ ആയിട്ട് രാജാവിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് രാജാവിന് മുമ്പിലെത്തിയപ്പം പെട്ടോ കിണ്ണം നിലത്തേക്ക് അങ്ങോട്ട് വീണു. ഓട്ടുകിണ്ണം നിലത്ത് വീണ എങ്ങനെ ഉണ്ടാവും? നല്ല ശബ്ദമുണ്ട്, പട്ടോ പറഞ്ഞ ശബ്ദമുണ്ട്. രാജാവ് ചോദിച്ചു, എന്താ നമ്പ്യാരെ അത് നോക്കി നടക്കണ്ടേ? ആര് ചോദിച്ചു? രാജാവ് ചോദിച്ചപ്പോൾ നമ്പ്യാര് തൊഴുതിട്ട് പറഞ്ഞു, തിരുമനസ് മാപ്പാക്കണം, കൈപ്പഴ വന്നപ്പുണ്ടായ ഗ്രഹപ്പഴയാണേന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് കൈപ്പഴ അമ്പൂരിയെ നോക്കി. അമ്പൂരി എന്ത് ചെയ്തു? മുണ്ട് തോർത്തിട്ട് വേഗം കട പോയെന്നറിയില്ല. നമ്പ്യാര് പറഞ്ഞപ്പോ കേട്ടവരെന്താ ഉദ്ദേശിച്ചത്? കൈപ്പഴ എന്താ അർത്ഥം? കൈ പഴിച്ചു, അതിൽ വീണോ എന്നാണോ കേട്ടവർക്ക് തോന്നുക. പക്ഷെ നമ്പ്യാരെന്താ പറഞ്ഞത്? ഉള്ള കാര്യം മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞു, കൈപ്പഴ വന്നപ്പോ ഉണ്ടായ ഗ്രഹപ്പഴയാണേ ഇതൊക്കെ രാജാവേന്ന് പറഞ്ഞു. ഇതൊക്കെ ചെന്താ കിണ്ണം വീണത് മാത്രല്ല, ഇതിന് മുമ്പും പല കിണ്ണവും വീണിട്ടുണ്ട്. കിണ്ണച്ചാൽ കൊട്ടാരത്തിലെ പല ദുരിതം ഉണ്ടായില്ലേ, ഒക്കെ കൈപ്പഴ വന്നപ്പോ ഉണ്ടായ ഗ്രഹപ്പഴയാണെന്ന്. അന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് വണ്ടി കയറി പോയി ഇത്രേ. അമ്മ കൈപ്പഴമ്പൂരിയെ വണ്ടി കൂലിയും കൊടുത്ത് വിട്ടു എന്നാ കേട്ടത്. അർത്ഥം മന്ത്രിമാര് നന്നായില്ലേ ചരാജൻ ദുർമന്ത്രാൽ നൃപതിർവിനേശ്വരി. ഈ മന്ത്രിമാര് മഹാകേമന്മാരാണ് എന്ന് വർണ്ണിച്ചതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? രാജാവ് ശക്തനാണ്. എന്താണ്? രാജാവ്
ശക്തനായ രാജാവാണ് എല്ലാ വിഷയത്തിലും. ആ രാജാവ് എന്തു ചെയ്തു? ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് അദ്ദേഹത്തിനൊരു വിഷമം എന്താണെന്നാണെങ്കിൽ, ദശരഥൻ രാജഋഷിയായിട്ട് ലോകപ്രസിദ്ധനായിട്ട് മനുവംശതിലകനായിട്ട് കഴിച്ചു കൂട്ടുന്ന കാലത്ത് എല്ലാ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിനൊരു വേദന ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോവാതിരുന്നു. എന്താ വേദന എന്നറിയോ? പറയും, തസ്യത്വേവം പ്രഭാവസ്യ ധർമ്മജ്ഞസ്യ മഹാത്മന സുതാർത്ഥം തപ്യമാനസ്യ നാസീൽ വംശകരസുത. അദ്ദേഹത്തിന് എന്താന്ന് വെച്ചിട്ടുണ്ടോ, ഈ വംശത്തെ നിലനിർത്താൻ ഒരു സന്താനമില്ലായ എന്നൊരു വിഷമം ആർക്കുണ്ടായിരുന്നു? രാജാവിന്. പുത്രന്മാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒന്നും ഉണ്ടായില്ല, സന്താനങ്ങളൊന്നും ഉണ്ടായില്ല. ഈ വംശപരമ്പര നിലനിന്ന് പോകാനുള്ളൊരു സന്താന വഴി അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതിലൊരു വിഷമം ഉണ്ടായി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ വിഷമം തൻ്റെ മന്ത്രിമാരോടും പുരോഹിതന്മാരോടും ഒക്കെ പറയൂലോ. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എന്താ ഉണ്ടായെന്നാണെങ്കിൽ, അദ്ദേഹം ഈ മഹർഷിമാരെ കേമന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരു വിഷമസന്ധി എല്ലാവരോടും പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ടെച്ചാൽ നമ്മളത് എന്ത് ചെയ്യും? ഇങ്ങനെ എല്ലാവരോടും പറയും. അതൊരു പൊതുവെ ലോകത്തിൻ്റെ സ്വഭാവമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കല്യാണം കഴിയാത്ത ആളാച്ചാൽ അവർ നോക്കണേ, അല്ല വല്ലേക്ക് നോക്കണേ, നല്ല ഉദ്യോഗം ഇല്ലാത്തവനാണെങ്കിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടച്ചാൽ ഒന്ന് പറയണേ, ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു പറയില്ലേ. സന്താനം ഇല്ലാത്തവരാണെങ്കിൽ പറയും, തിരുമേനി എന്ത് ചെയ്യണം, എവിടെ എന്താ ചെയ്യേണ്ടത്, ഏത് അമ്പലത്തിലാ വഴിപാട്, അങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യില്ലേ. അതൊരു മനസ്സിൻ്റെ ഉള്ളിലൊരു അതൊരു കുറ്റം പറഞ്ഞതല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോവാത്തൊരു വിചാരമാണെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? വിട്ടൊഴിയാത്തൊരു വിചാരം ഉണ്ടാകുമ്പോൾ അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണർന്നിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാ പ്രവൃത്തിയിലും എന്ത് വന്നുകൊണ്ടിരിക്കും? പ്രധാനമായ ക്രിയകളിലൊക്കെ ഈ ഒരു വിചാരത്തിൻ്റെ അംശം വരെ. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ഇത് മഹർഷിമാരോടൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങ് പേടിക്കണ്ട, അതിന് വിദ്യ ഉണ്ടാവെന്നും പറഞ്ഞിട്ട് മഹർഷിമാര് ചില വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് രാജാവിൻ്റെ ഇനിയുള്ള പുറപ്പാട്. ആ ഭാഗം നമുക്ക് ഇനി പറയാനുള്ളത്. അത് നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് 2 മണിക്ക് ശേഷം ആ ഭാഗം പറയാം. അപ്പോഴേക്കും എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് മുമ്പിലേക്ക് ഇങ്ങോട്ട് കയറി ഇരുന്നോളൂ. ആ ഭാഗം നമുക്ക് ഇനി വിശേഷപ്പെട്ട ഭാഗങ്ങളാണ് പറയാനുള്ളത്. ഈ വാൽമീകി രാമായണത്തിൽ പ്രസിദ്ധമായതും അധ്യാത്മരാമായണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായ പല പ്രകരണങ്ങളുമാണ് ഇനി പറയാനുള്ളത് കേട്ടോ. അത് ശ്രദ്ധിച്ച് കേൾക്കണേ. ആ ഭാഗം നമുക്ക് 2 മണിക്ക് ശേഷം പറയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.